നമസ്കാരം. പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അല്ല, അവിടെയാണ് നമ്മൾ ശരിക്കും ഈ അൻവർ ഉയർത്തിയിരിക്കുന്ന വലിയൊരു ആരോപണമാണ്. എന്താണ് നെക്സസ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇവിടെയുള്ള എല്ലാ പാർട്ടിയുടെ പല നേതാക്കന്മാരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇവിടെ പല സംഭവങ്ങളും മുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണമല്ലേ ഇപ്പൊ സുപ്രീം കോടതി ചോദിച്ചത്? അല്ല, അത് ഞാൻ തിരിച്ച് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ഇവിടുത്തെ അടുത്ത മുഖ്യമന്ത്രി ആയിരിക്കുന്നപ്പോൾ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആകാം. ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ സാധ്യതയുണ്ട്. വേണമെങ്കിൽ നാളെ ഇപ്പോൾ എന്തെങ്കിലും ദേശീയ ഇഷ്യൂ പറഞ്ഞ് പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ എതിർക്കാൻ വേണ്ടി യോജിക്കുന്നു എന്ന് പറയാം. എന്തെങ്കിലും ദേശീയ ഇഷ്യൂ പാകിസ്ഥാനായിട്ടൊരു യുദ്ധം ഉണ്ടാകുന്നു, ഇപ്പം മോഡിയുടെ കൂടെ നിൽക്കേണ്ട കാരണങ്ങളുണ്ടാക്കാം. ഇവർക്ക് കാരണങ്ങളുണ്ടാക്കാം. അല്ലെ ഇവിടെ വെസ്റ്റ് ഏഷ്യയിലെ ഒത്തുതീർപ്പിന് മോഡി ശ്രമിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് മോഡിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞ കാരണം ഉണ്ടാക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധം ഉണ്ടാക്കുകയും ചെയ്യത്തില്ലേ? പരസ്പരം യോജിച്ചൊരു ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നാൽ മതി, ഒരു മുന്നണിയായിട്ട് മത്സരിക്കാതിരുന്നാൽ മതി. അടവ് നയം അവിടെ എടുക്കാം. ഇതിനു മുമ്പ് 1-2 സീറ്റുകളിൽ എടുത്തിരുന്ന അടവ് നയം കുറേ കൂടെ വ്യാപകമായി നടപ്പാക്കും. അതുണ്ടാകും. തൃശ്ശൂർ മോഡൽ അത് വ്യാപകം ഉണ്ടാകും. തൃശ്ശൂർ മോഡൽ ഇവർക്കൊക്കെ പറ്റുന്നത് ഇവരുടെ കണക്കൂട്ടലിൻ്റെ മണ്ടത്തര. തൃശ്ശൂർ മോഡലിൽ സുരേഷ് ഗോപി ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പം കിട്ടുന്നുണ്ടെങ്കിൽ ജയിക്കുമായിരുന്നു. അവിടെയും പിണറായി വിജയന് തെറ്റാൻ പോകുന്നതെന്നറിയോ? BJPയുടെയും CPMൻ്റെയും വോട്ടുകൾ ട്രാൻസ്ഫറബിൾ അല്ല. താഴെത്തട്ടിലുള്ള വോട്ടുകൾ, ലീഡർഷിപ്പ് പറയുന്ന വോട്ടുകൾ അങ്ങോട്ട് പോകണമെന്നില്ല, കുറച്ച് പോകും. അതിനൊരു സംഭവം ഞാനതാ പറഞ്ഞു തന്നെ, വൈകാരികമായി ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുമ്പം ആ ഒഴുക്കിൽ വോട്ട് ചെയ്യും. അതിനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളില്ലാതെ പോയത്. അതിന് പകരം ഉണ്ടാകുന്ന സംഭവങ്ങൾ, കള്ളക്കടത്തൊക്കെ കരുവന്നൂരുടെ കേസ്. ഇപ്പോൾ നാളെ സുരേഷ് ഗോപി വെള്ളത്തിലാവും. സുരേഷ് ഗോപിയുടെ പാർട്ടിയും കൂടെ കേന്ദ്രം ഭരിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇത് പറഞ്ഞിരിക്കുന്നത്. കരുവന്നൂർ കേസിൽ പദയാത്ര നടത്തിയ സുരേഷ് ഗോപി ആരെങ്കിലും പറയുമോ? നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യം പറഞ്ഞത്. ഇതിനാദ്യം മാപ്പ് പറയേണ്ട ആൾ സുരേഷ് ഗോപിയാണ്, അല്ലേ? സുരേഷ് ഗോപിയാണ് ഇത് കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ ഇത് പബ്ലിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് രംഗത്തേക്ക് കൊണ്ടുവന്നാണ് സുരേഷ് ഗോപിയാണ്. നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്തു, പെണ്ണുങ്ങൾക്കുള്ള പങ്കെടുത്തു. സുരേഷ് ഗോപിക്ക് ആ പാർട്ടി നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് യഥാർത്ഥ ധാർമ്മികത നഷ്ടപ്പെട്ടു. അല്ല, ധാർമ്മികത എല്ലാവർക്കും നഷ്ടപ്പെട്ടവരാ. അതിൻ്റെ പേര് സുരേഷ് ഗോപി മാറുമൊന്നും വേണം. പക്ഷെ മറിച്ച് ഇതിനെന്ത് ഉത്തരം പറയും? കരുവന്നൂരിലെ നിശ്ചയപരോട് സുരേഷ് ഗോപി എന്ത് പറയും? മാപ്പ് പറയേണ്ടി വരും. മാപ്പ് മിനിമം എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ നിസ്സഹായനാണ്, എനിക്ക് ഇത്രയും വലിയ രാഷ്ട്രീയ ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അയാൾ ചില ഹിന്ദികൾ കൊടുക്കുന്നത്. എനിക്ക് സംശയമുണ്ട്. എനിക്ക് മന്ത്രിസ്ഥാനത്തിൽ പറ്റുന്ന പണിയാണെന്ന് തോന്നുന്നില്ല എന്ന് അമിത്ഷായോട് വരെ പറയണമെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും ഈ ഒരു കാര്യം തന്നെ മതി. അയാളുടെ ക്രെഡിബിലിറ്റി മുഴുവൻ ബാധിക്കും. ഇവർക്ക് ആർക്കും ഇല്ലാത്ത ക്രെഡിബിലിറ്റി ആയിക്കൊണ്ടെന്നേ ഉണ്ടായിരുന്നു. അല്ല, അയാൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ പലരും പറയുന്നത് ഒരു കാര്യം പറഞ്ഞ് നടത്തിത്തരുവകൾ. 100 രൂപയുടെ ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്ന കാര്യമാണല്ലോ സുരേഷ് ഗോപി മേടിച്ചരാമെന്ന് പറഞ്ഞാൽ തരും. അല്ല, അത് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറയുന്നതും ഭരണത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് വേറൊരു പഴിയാണെന്നുള്ളത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്വപ്നജീവിയെ പോലെ 2 ഷൂസ് ഇട്ട് ചവിട്ടി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. കരുവന്നൂർ സംഭവം മാത്രം മതി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വരികയും കേരളം ഭയങ്കരമായി പ്രതിസന്ധിയിലൊക്കെ ആയതാണ്. പക്ഷേ സ്വിച്ചിട്ട പോലെ അത് നിന്നത്. പിന്നെ വേറൊരു കാര്യം, അതിനകത്ത് ഈ നയതന്ത്ര ബാഗേജ് എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. പരിമിതികളുണ്ട്. പരിമിതി അങ്ങനെയല്ല. ഇത് മുമ്പേ നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, കോൺഗ്രസും BJP നെക്സസ് എന്ന് പറയുന്നത് അൻവർ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണമാണത്. അല്ല, ആ അൻവർ ഉയർത്തിയ ആരോപണത്തിൻ്റെ അടുത്ത സ്റ്റേജ് ഇത് മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എല്ലാ രാജ്യത്തും അഴിമതി ആരോപണങ്ങൾ വരുന്നുണ്ട്. അഴിമതി കേസുകളും ഗൾഫിലും ദുബായിലും മറ്റ് രാജ്യങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം മന്ത്രിമാർ വലിയ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മന്ത്രിമാർക്കും ഈ നയതന്ത്ര ബാഗേജിൽ കൂടി ഇതൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമുണ്ടോ? UAE ഷെയ്ഖിൻ്റെ മരുമക്കളെയോ ആരുടെയെങ്കിലും സ്വർണ്ണം ഇങ്ങനെ വന്നെങ്കിൽ തിരിച്ചങ്ങോട്ടും കൊണ്ടുപോയെങ്കിൽ, അല്ല അങ്ങോട്ട് ഡോളർ കടത്തിയതുള്ള ഇത് 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യലാന്നേ. പിന്നെ ഇത് പിടിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇടപെടാൻ പറ്റുമോ? അവിടെയായിരിക്കും മോഡി നിന്ന് പോയത്. അവിടെ പകരം അമ്പലം പണിയാൻ സംഭവിച്ചാണ് ഞങ്ങൾ പണി കൊടുത്തേക്കാം UAE എന്നാ കിട്ടണം.
അപ്പോൾ അത് ഇവിടെ അത് ഉത്തരം പറയേണ്ട സുരേഷ് ഗോപിയാണ്. BJP സുരേന്ദ്രൻ മിണ്ടിയല്ലായിരിക്കും. ആരാ BJPയുടെ പിന്നെ വേറെ ആരാ മിണ്ടാനുള്ളത്? അല്ല, സുരേന്ദ്രനൊക്കെ ഇതിന്റെ ഗുണഭോക്താണ്. കാരണം കൊടകര കള്ളപ്പണക്കേസുമൊക്കെ ബന്ധപ്പെട്ടുണ്ടായ ആരോപണവും അന്വേഷണമൊക്കെ ഒരു നിശ്ചിത സമയത്ത് അത് മാറിപ്പോവുകയും വഴിമാറിപ്പോകുന്നൊക്കെ ചിത്രം നമ്മൾ കണ്ടത്. അൻവറും ഈ നെക്സസിന്റെ ഭാഗമായിരുന്നു. അതെ, തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ ഭാഗമായതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഒക്കെ കടന്നാനല്ലേ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഇതിന്റെ കൂടെ ചേരാൻ വേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞത്. ഇല്ലെങ്കിൽ അദ്ദേഹം ഇത് ഒരിക്കലും തിരിച്ചറിയില്ലല്ലോ. അദ്ദേഹം ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു കോൺഗ്രസ് നേതാവായിട്ട് നിലമ്പൂരിൽ MLA ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. അദ്ദേഹം ഈ വിമതനായി വരികയും CPM കൈകൊടുക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ പിണറായി വിജയനുമായിട്ട് കുറച്ചും കൂടി അധികം അടുപ്പം കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ പുള്ളിക്ക് ഈ അപകടാവസ്ഥയെക്കുറിച്ച് മനസ്സിലായത്. അല്ല, അൻവർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാൻ വേണ്ടി അതിൽ നിയമവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നതിന് കോടതിയുടെ ഉത്തരവിനെ പോലും മറികടക്കുന്നതിനോ യാതൊരു മടിയില്ലാത്തൊരു മനസ്സുള്ള ഒരാളാണ് അൻവർ. അതെ, കക്കാടംപൊയിലിൽ ഞാനതാ പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ ഈ രാഷ്ട്രീയത്തിൽ കാര്യം എന്ത് പറഞ്ഞാലും ഒരു 10% കുറച്ചൊക്കെ സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും ധാർമ്മികം ഒരു ഇത് നോക്കി വോട്ട് ചെയ്യും. ബാർക്കോഴ കേസും മറ്റേ കേസും വന്നു കഴിഞ്ഞപ്പോൾ KM മാണിയുടെ ക്രെഡിബിലിറ്റി എന്തുമാത്രം പോയി. ഉമ്മൻചാണ്ടിയുടെയും പോയി. ഉമ്മൻചാണ്ടിയുടെ ഭാഗ്യത്തിന് മരണം കൊണ്ട് രക്ഷപ്പെട്ടു. KM മാണിക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കേരള കോൺഗ്രസിന് ഭയങ്കര ജോസ് കെ മാണിയെ പുകഴ്ത്തുന്നതിനോ KM മാണി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജോസ് കെ മാണി അവിടെ തോറ്റതാ. രണ്ടാമത് പഠിക്കേണ്ട പാടാ. അതാ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള വിമത ശബ്ദവും ആദ്യഘട്ടത്തിലൊക്കെ വലിയ കരുത്താർജിച്ച് വരികയൊക്കെ ചെയ്തെങ്കിൽ പോലും പലർക്കും പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരൊറ്റ പോസിറ്റീവ് പോയിന്റേ ഉള്ളൂ. പിണറായി വിജയനും അൻവറും തമ്മിലുള്ള മത്സരമാണ് മാറ്റിയത്. അത് അൻവറിന്റെ വലിയ വിജയം. വലിയ വിജയം. ഞാനെനിക്ക് നാളെ ഇപ്പോഴും പാർട്ടി ഇത് ഏറ്റെടുത്തില്ലാതെ നമ്മളിൽ കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ അൻവറും പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു കക്ഷിയായിട്ട് CPM ഇതുവരെ വന്നിട്ടില്ല. മറഡോണ ഞാനായിട്ട് കളിച്ചിട്ട് മറഡോണ എൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് 10 ഗോൾ അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രെഡിറ്റാണ്. ഒരു മത്സരത്തിൽ കളിച്ചെന്ന് പറയാം. ഇത് അൻവറിനെ രക്ഷപ്പെട്ടില്ല. അൻവർ എന്നെ ഇക്വേറ്റ് ചെയ്ത് നിൽക്കുന്ന ആരുമായിട്ടാണ്. പിണറായി വിജയനെ അനുകൂലിക്കുന്ന ചാനൽ മേധാവികൾ വരെ ആർക്കനുകൂലം അൻവറിനെ പിണറായി കൂടെ ഇക്വേറ്റ് ചെയ്യും. അതെ, ആലോചിച്ചു എത്ര താഴോട്ട് വന്നു. അങ്ങനെ വരുമ്പം പിണറായിയുടെ സുഹൃത്തായിട്ട് കണക്കാക്കപ്പെടുന്ന മോഡിയുടെ റോൾ തന്നെ. മോഡി ഇത് പറഞ്ഞതാ, അൻവർ പറഞ്ഞ തന്നെ മോഡിയും പറഞ്ഞു. മോഡി ഈ 3 പേരും ഒരേ തലത്തിലെത്തി. മുഖ്യമന്ത്രി ഓഫീസ് സ്വർണ്ണക്കടത്തിന്റെ പ്രതിഭ കേന്ദ്രമാണെന്ന് പറഞ്ഞു. മോഡി പറഞ്ഞ സത്യം. ഇദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് വേറെ രീതിയിൽ. സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾക്ക് അത് അന്വേഷിക്കാൻ താല്പര്യമില്ല. ഏതാ വിശ്വസിക്കേണ്ടത് നമ്മൾ? അല്ല, നമ്മൾ സുപ്രീം കോടതിയെ വിശ്വസിക്കണം. ഇപ്പം അല്ല, ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി അതിലും കഷ്ടം. അല്ല, എങ്കിൽ പോലും ഇതിൽ നമ്മൾ സുപ്രീം കോടതി വിശ്വസിക്കും. കാരണം ഇത് നമ്മൾ ഇപ്പം എന്തൊക്കെ പറയുമ്പോൾ ഇതിന്റെ കാപട്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി തന്നുള്ളതാണല്ലോ അൻവർ ചെയ്ത ഏറ്റവും വലിയൊരു സംഭാവന. കേരളത്തിൽ ഇപ്പോൾ അൻവറിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാപട്യങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ട് തന്നു. ഇതെല്ലാം ദുർഗന്ധമാണ്, നല്ല ഗന്ധമല്ല എന്ന് കേരളത്തിനെ മനസ്സിലാക്കി തന്നു. ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ അൻവർ ഒരു കല്ലെടുത്തിട്ടുണ്ട്. കുറേ ഓളം കുറച്ച് നേരത്തേക്കെങ്കിലും കാണും. ആ ഓളം എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റിയ. അല്ല, പക്ഷേ പഴയൊരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല കേരളത്തിൽ. ലോകത്തിലാകമാനം നമുക്കറിയാലോ ഈ തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഈ ഓസ്ട്രേലിയ അടക്കം തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ എനിക്കതിനെ ബോധ്യപ്പെട്ടത് ഒരു തീവ്ര വലതുപക്ഷമായിട്ടാണ്. അല്ല, അങ്ങനെ നമ്മൾ ആ രീതിയിൽ നോക്കേണ്ട ആവശ്യമില്ല. ഏത് പക്ഷമായാലും ശരിയുടെ പക്ഷമാണ് നോക്കുന്നത്. ഒന്ന് ശരിയുടെ പക്ഷം. രണ്ടാമത്തെ കാര്യം, ആ പക്ഷത്തിനെ നിയന്ത്രിക്കുന്നവൻ ആരാണെങ്കിലും, അത് മറ്റേ രാജ്യമാണെങ്കിലും മതരാഷ്ട്രമാണെങ്കിലും സാമ്പത്തിക രാഷ്ട്ര ക്യാപിറ്റലിസം ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ്, അതിൻ്റെ തലപ്പത്ത് വരുന്നവരുടെ കഴിവാണ് പ്രധാനം. കഴിവ് കേടാണ് ഈ കാണുന്നത്. അതിന് ഒരു ചെറിയ ഉദാഹരണങ്ങൾ പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടും അൻവറൊക്കെ പോയാലത്തെ അൻവറിന് കഴിവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടെങ് സിയാവോപിങ് നമ്മൾ ഒന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്താൽ, ഇങ്ങേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിട്ട് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന, പിൽക്കാലത്തുണ്ടായിരുന്ന ലാവോ ഷിവി ഇവരുടെ എല്ലാം, ഈവൻ മാവോയുടെ വരെ നയങ്ങളെ തലകീഴായിട്ട് മറിച്ചു. നേരെ തലകീഴായിട്ട് മറിച്ചു. ക്യാപിറ്റലിസം തന്നെ, പക്കാ ക്യാപിറ്റലിസം തന്നെ നടപ്പാക്കി. ഒരു കാര്യം ആലോചിക്കണം, ടെങ് സിയാവോപിങ് വരുന്നതിന് മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെൻട്രൽ കൗൺസിൽ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കൗൺസിലുണ്ടായിരുന്ന മെമ്പർമാരിൽ
85% കൃത്യം കണക്കില്ല, 85% ആരുടെ കീഴിലുമുണ്ട്. ടെങ്സിയാവുപ്പിങ് വന്നപ്പോഴും ഈ 85% ഇവിടെ വോട്ട് ചെയ്യുന്നത്. അതായത് ഇവർ അവിടെ വോട്ട് ചെയ്തതും ഇതിനെതിരെ ഏതൊക്കെ നയങ്ങളാണോ ഇവർ അംഗീകരിച്ച് പാസ്സാക്കിയത് അത് മുഴുവൻ തെറ്റാണെന്ന് ടെങ്സിയാവുപ്പിങ് പറഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു അത് മുഴുവൻ തെറ്റാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൗദ്ധിക അടിത്തറ. ഇത്തരം കാര്യങ്ങളാണ്. നേതൃത്വത്തിൽ വരുന്നവൻ എന്തു പറയുന്നു. പിണറായി വിജയൻ ഇത്ര നാൾ ഈ പാർട്ടിയെ കൊണ്ടുപോകണമെന്നില്ലേ, വെറും അടിച്ചടിച്ച് കൊണ്ടുപോയി. നാളെ ആരെങ്കിലും തിരിഞ്ഞു നിന്നോ? അല്ല, ചില തിരിഞ്ഞേക്കലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ആട് പോകുന്ന വഴിക്ക് ഒരു പ്ലാവില താഴെ പോയാൽ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നിൽക്കും. അതുപോലും ഇല്ല. ആടിനെ അടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ആ കെട്ടിയിരിക്കുന്ന പ്ലാവില ഒന്ന് പോയി ആനയുടെ ഇതിന് മറ്റേ പനമ്പ് പോയി കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞു നിൽക്കും അതൊന്നും എടുക്കാനായിട്ട്. ഇത് അതുപോലും ഇല്ല. തെളിച്ച വഴിയെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. SFIക്കാർക്കും ഉണ്ടായിട്ടില്ല, DYFIക്കാർക്കും. നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ട് ഈ പാർട്ടി യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും പിണറായിന്റെ കൈപ്പിടിയിലായിരുന്നു. പാർട്ടി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അൻവർ പുതിയ പാർട്ടിയായിട്ട് വരുന്നത്. മാത്രമല്ല നിരന്തരമായി ഇദ്ദേഹത്തിനെ തല്ലിക്കൊണ്ടേയിരിക്കുന്നത്, അതിഭീകരമായ മർദ്ദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണത്. ഇനി അതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയാം. പ്രിന്റ് മീഡിയക്ക് റീപ്ലേസ് ചെയ്ത് വിഷ്വൽ മീഡിയയും നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുക. അല്ല, അത് വിഷ്വൽ മീഡിയ മറികടക്കുമ്പോഴും വിഷ്വൽ മീഡിയയിൽ വന്ന ആൾക്കാർ ഇപ്പം എന്നോട് ഒരു പ്രത്യേക മനോരമ ഏതെങ്കിലും ഇത് പറഞ്ഞ് ഇലക്ഷന് പോകുമ്പോൾ ഫീൽഡിൽ പോകുന്ന പിള്ളേരുണ്ട്. ഒരു റിപ്പോർട്ടറും കാണും, പ്രധാനപ്പെട്ട റിപ്പോർട്ടറും കാണും, ഷാനിയ സ്മൃതി കാര്യങ്ങളുള്ള ചിലപ്പോൾ കാണും. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആരോടെ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയ കവർ ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളത് ഇത് അറിയിക്കുകയാണ്. ഈ പോകുന്ന സഖാവായിരിക്കുമ്പോൾ ഇവരെല്ലാം ഒരുതരം പ്രസ് അക്കാഡമി പഠിക്കുമ്പോൾ തൊട്ടേ ചെകുവര ബാഡ്ജ് കുത്തി നടക്കുന്നവരാണ്. അത് പ്രകടിപ്പിക്കാൻ ചെറിയ അപ്പോൾ ഒരു ഓട്ടോറിക്ഷ CITUവിൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ചോദ്യം ചോദിക്കാൻ പോവുക. ഇപ്പം നിങ്ങൾ ഇവർ ഏത് സ്ഥാനാർത്ഥിയെ ജയിക്കാൻ പോകുന്നത്? റിയാസിൻ്റെ റോഡ് എങ്ങനെയാണ്? അടിപൊളി റോഡ്. ഇത് എവിടെയെങ്കിലും നല്ല റോഡിൻ്റെ അടുത്ത് നിന്നുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അത് കാണിക്കുകയും ചെയ്യും. നല്ല റോഡ്, പഴയ റോഡ്, ഇതും കൂടെ കാണിക്കും. അവിടെയാണ് മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് സമർത്ഥമായിട്ട് നമ്മളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. കിറ്റൊക്കെ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അത്തരം ബ്രെയിൻ വാഷിങ്ങിന് പറ്റിയ കുറേ ആൾക്കാരെല്ലാം മീഡിയയിലുണ്ട്. പേരെടുത്ത് പറയാനില്ല, ഒരാൾ ജസ്റ്റ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തും ഇത്രയും വിഷ്വൽ മീഡിയ ഇത്രയും ശക്തമല്ലെന്ന്. അല്ല, വിഷ്വൽ മീഡിയ ഇത്രയും ശക്തമല്ല. വിഷ്വൽ മീഡിയ ഇന്ന് പക്ഷേ അതിൻ്റെ മറുവശം വന്നു. ഇന്നലെ മലപ്പുറം ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേ മനോരമ ചാനലുകാരൻ ഇട്ടു. ഹിന്ദുവിൽ വന്നിരിക്കുന്ന വാർത്ത, അതിന് അവർക്ക് എഴുതി കൊടുത്ത ടെക്സ്റ്റ് ഇതെല്ലാവരും ഇട്ടു. മലപ്പുറം അതിലും ശരിയായ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല പിണറായി. അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മലപ്പുറം എന്ന് നിങ്ങൾ ഉപയോഗിച്ച 2 തരത്തിൽ തെറ്റാണ്. ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം അല്ല. മലപ്പുറം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരാണ്. അവർ ഏത് ജില്ലയാണെന്നറിയണം. ആ ജില്ലയുടെ പേര് ഉപയോഗിക്കുള്ളൂ. ഇവരെങ്ങനെ മലപ്പുറം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് കള്ളക്കടത്തും കൊണ്ട് ഇതിലൂടെ പോയി ഞാൻ ഈ ജില്ലക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഹവാല പണം പിടിച്ചതും യഥാർത്ഥത്തിൽ അത് എവിടുന്ന് പുറപ്പെട്ടു, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, എന്താണ് എൻ്റെ സോഴ്സ് എന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ ഇപ്പം കണ്ണൂരിലേക്ക് പോകുന്നു, യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ശരിക്കും 1 കോടി രൂപയുണ്ടെന്ന് കരുതാം. മലപ്പുറത്ത് വെച്ചാണ് അന്വേഷിച്ച് പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറത്ത് വെച്ച് പിടിച്ചതുകൊണ്ട് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവിടെ അങ്ങനത്തെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇപ്പം എന്തുകൊണ്ട് കള്ളക്കടത്ത് സ്വർണ്ണത്തിൽ മുസ്ലിംസ് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്. അത് മുസ്ലിം ഒരു സമുദായമായിട്ടല്ല ഇടപെടുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗൾഫ് നാടുകളിൽ ജോലിയുള്ളവരിൽ 80%ഉം സ്വർണം കടത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർ 80% മുസ്ലിങ്ങളാണ്. അവർക്കവിടെ ജോലി കൊടുത്ത മുസ്ലിം രാജ്യങ്ങളാണ്. അവരുടെ പൈസ സമ്പാദ്യം ഇങ്ങോട്ട് വന്നിരിക്കുന്ന NRI ഡെപ്പോസിറ്റ് എന്നുകൊണ്ട് വന്നത്. അത് സ്വാഭാവികമായിട്ടും പറയും. ഇപ്പോൾ തിരുവനന്തപുരത്താണ് നായന്മാരായിരിക്കും കൂടുതൽ വരുന്നത്, കൊല്ലത്താണ് ഈഴവരായിരിക്കും വരുന്നത്. അപ്പോൾ അതിനൊരു സമുദായത്തിൻ്റെ തെറ്റായിട്ട് മാത്രം പറയാൻ പറ്റില്ല. പിന്നെ കള്ളക്കട സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യുന്ന കച്ചവടത്തിൽ അത് ഇസ്ലാം കുറേ കൂടെ ലിബറലാണ്. അത് മതപരമായ കാഴ്ചപ്പാടാണ്. നമ്പൂരി കച്ചവടത്തിന് പോകും. നമ്മൾ ജാതിയൊന്നും ഇല്ലെന്ന് പറയാൻ നമ്മൾ ഉണ്ട് ജാതി. ഒരു ബാറിലോ കള്ള് ഷാപ്പിലോ ജോലിക്ക് നിൽക്കുന്ന നമ്പൂരിമാരെ കണ്ടിട്ടുണ്ടോ? വളരെ ചുരുക്കം. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത അമ്പലത്തിൽ 100 രൂപ പോലും ദക്ഷിണ കിട്ടിയില്ലാത്ത കുഞ്ഞമ്പലത്തിലെ പൂജാരിയാണെങ്കിൽ പോലും അയാളുടെ മക്കളോ ബാറിലോ കള്ള് ഷാപ്പിലോ ജോലിക്ക് കിട്ടിയില്ല. ബാക്കി എല്ലാ ജാതിക്കാരും പോകും, ഇല്ലേ?
അതെ, അത് അവന്റെ സ്വത്ത് ബോധം അല്ലാതെ നിർബന്ധിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. സത്വബോധം അല്ല, ഞാൻ പറഞ്ഞ ഈ ജാതിക്ക് ചില ഐഡന്റിറ്റി ഉണ്ട്. അപ്പം അവന് കാശിൻ്റെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ്. കാശ് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവൻ അവിടെ ഭണ്ഡാരത്തിരുന്ന കാശ് വേണം അടിച്ചെടുക്കും, ഭണ്ഡാരത്തിരുന്ന കാശ് അടിച്ചെടുക്കും. പക്ഷേ കള്ളുഷാപ്പ് ജോലിക്ക് പോവുക. യഥാർത്ഥത്തിൽ കള്ളുഷാപ്പ് ജോലിക്ക് പോയിട്ട് ഈ മറ്റേ അമ്പലത്തിലെ പണി ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് നല്ലത്, എല്ലാവർക്കും നല്ലത്. പക്ഷെ ഇവൻ ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പം അങ്ങനത്തെ ഒരു കൾച്ചർ ഇസ്ലാമിനുമുണ്ട്. കച്ചവടം, അവർ കള്ളക്കടത്തൊരു ധാർമ്മികമായ പ്രശ്നമല്ല അവർക്ക്. കള്ളസ്വർണ്ണം എന്ന് പറഞ്ഞാൽ അവർക്ക് നാണക്കേടില്ല. അല്ല, കള്ളസ്വർണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നറിയാം. ഇപ്പം നമ്മൾ ഈ പറയുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരിത് ഗൾഫ് രാജ്യത്തു നിന്ന് ഇത് മോട്ടിച്ചുകൊണ്ട് വരുന്നതല്ല. ഇനി ഇതിലൊരു അപകടം, ഗൾഫ് രാജ്യത്ത് ഇത് പണം കൊടുത്ത് മേടിച്ചതന്നെയല്ലേ അവർ കൊണ്ടുവരുന്നത്. അവരിവിടെ കൊണ്ട് നികുതി വെട്ടിക്കുന്നുള്ളതാണ് അതിലൊരു ഒരു വലിയത്. രാജ്യദ്രോഹം ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവരെ വലിയ കള്ളന്മാരായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല, ഒരർത്ഥമില്ല. അല്ല, അതിനകത്തൊരു കാര്യം, കോട്ടയത്ത് താഴെ ഒരു ശാസ്ത്രി റോഡിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഒരു സെമിനാറിന് പോയപ്പം ബസാലിസ് കോളേജിലൊരു അധ്യാപകനാണ് ഈ സ്വർണം ഇപ്പോൾ ഈ കൊണ്ടുവന്നുകൊണ്ടിരിപ്പുണ്ടല്ലോ ഇഷ്ടം പോലെ. അതൊരു സാച്ചുറേഷനായി കഴിഞ്ഞു തോന്നുന്നു. മോഡി ഒറ്റ ഡിക്ലറേഷൻ നടത്തിയാൽ മതി, ഇതിൻ്റെ വില നേരെ 4 കുറയും. സ്വർണം ഇറക്കുമതി കയറ്റുമതി സർക്കാർ നിയന്ത്രണങ്ങൾ മുഴുവൻ പിൻവലിക്കുന്നു. ആർക്ക് വേണേൽ കൊണ്ടുവരാം. ഇവിടുത്തെ മാർക്കറ്റിലെ വില എങ്ങനെ നടക്കും? കൊണ്ടുവന്ന് ഈ കള്ളസ്വർണ്ണമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ തന്നെ പറയാമോ? അങ്ങനത്തെ എക്കണോമിക് ഓപ്ഷൻസ് അത്യാവശ്യം വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്. 2000 നോട്ട് പിൻവലിച്ചില്ലേ അതുപോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ വരുന്നത് പണയം വെച്ചിരിക്കുന്ന ബാങ്കുകളുണ്ട്, വലിയ റേറ്റ്. മുത്തൂറ്റ് പോലെയുള്ള, മുത്തൂറ്റ് മാത്രമല്ല നാഷണലൈസ് ബാങ്കുകൾ അത്രയും പലിശ അല്ല, എന്നാൽ പോലും അതിനേക്കാളൊക്കെ താഴെ വരുമെന്നാണ് പറഞ്ഞത് വില. അതുകൊണ്ട് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ നല്ല 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ഈ സ്വർണം മുഴുവൻ, ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരിക്കുന്ന സ്വഭാവം ഇന്ത്യക്കാർക്കാണ്. ഈ ലോകത്തുള്ള സ്വർണം മുഴുവൻ ഒരു 2-3 വർഷം കൊണ്ട് ഇന്ത്യയിൽ തന്നെ വരും, ഈ വില കുറഞ്ഞു കഴിയും. പിന്നെ സൗകര്യം പോലെ നിങ്ങളെല്ലാം കൊണ്ടുവന്നാൽ മതി. രാജ്യത്തിൻ്റെ ഏറ്റവും രക്ഷപ്പെടാനുള്ള മാർഗം കൂടെയാണ് പറഞ്ഞു. ഇവൻ കൊണ്ടുവന്നോട്ടെ, എത്ര വേണേൽ കൊണ്ടുവന്നോട്ടെ, നാളെ അത് മാറ്റി ആ നിയമം ഒന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൊണ്ടുവന്ന സ്വർണം മുഴുവൻ എങ്ങനെയായി? നല്ല സാമാന്യം നന്ന ജോർജ് കുര്യൻ, അങ്ങനെയല്ല ഈ നമ്മുടെ ജോർജ് കുര്യനല്ല, ഒരു പ്രൊഫസറാണ് പറഞ്ഞത് എക്കണോമിക്സിൻ്റെ. അപ്പോൾ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട് ചെയ്യുന്നതിന്. അത് റിവേഴ്സ് ചെയ്യാനുള്ള ആഗ്രഹിച്ചാൽ നടക്കും. കക്കാടംപൊയിൽ പാർക്ക് പണിതുകൊണ്ട് ഇതുവരെ വലിയ അപകടമൊന്നും ഉണ്ടായില്ല. ആ പാർക്ക് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ എല്ലാ നഷ്ടപരിഹാരം ഇവനോട് മേടിച്ചിട്ട് ചെയ്താൽ പോലെ. അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പട്ടയം കൊടുക്കണം, ഒരു ഏക്കർ കൊടുക്കണം. അല്ല, അത് ഈ കക്കാടംപൊയിലെ ഈ പാർക്കിനോട് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭമാണത്. ഈ ഒരുപാട് ആളുകൾ കേരളത്തിൽ പല രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം ഡെവലപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ വരണം എന്നാണ് സർക്കാർ പറയുന്നത്. അവിടെ ശരിക്കും എന്താണ്, ഭൂമി കയ്യേറ്റമുണ്ടോ, അല്ലെങ്കിൽ തടയണ നിർമ്മിച്ച് അവിടെ അപകടകരമായ അവസ്ഥയുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം കക്കാടംപൊയിലെ പാർക്ക് മൊത്തം പൂട്ടിക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അത് പി വി അൻവറിനോടുള്ള വിദ്വേഷം കൊണ്ട് നമ്മൾ നേരത്തെ അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല, തുടർന്നും അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എനിക്കതിൽ പറയാം. എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുള്ളത് നിങ്ങൾ പറഞ്ഞ ഫൈനൽ കൺക്ലൂഷനോട് ഞാൻ പറയുന്നു. ഇത് നിരോധിക്കേണ്ടതായിരുന്നെങ്കിൽ 1 മാസത്തിനുള്ളിൽ അല്ലെ 2 മാസത്തിനുള്ളിൽ അവിടുത്തെ വില്ലേജ് എല്ലാവർക്കും അറിയാം, അവരിത് നിർത്തിക്കണമായിരുന്നു. ചെയ്തില്ലല്ലോ. ഈ ഫ്ലാറ്റ് പണിതിട്ട് ഈ അങ്ങ് 17 നില വരെ ചെന്നിട്ടല്ല പൊട്ടിക്കാൻ പറയണ്ടേ. ആദ്യം അതിന് പെർമിഷൻ കൊടുത്തുകൊണ്ട് തലമണ്ട അടിച്ചു പൊട്ടിക്കണം, അത് പൊട്ടിക്കാനാണ് പറയണ്ടേ. ഇതങ്ങനെയല്ല ചെയ്യുന്നത്. പണിതങ്ങ് കൊണ്ടുപോവാണ്, ആരും കാണാതെ ഒളിച്ചു വെച്ച് ചെയ്ത സാധനമാണോ ഇത്? എത്ര പണിക്കാരവിടെ വന്നിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി സപ്ലൈ വന്നിട്ടുണ്ട്, എത്ര പേരറിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത തടസ്സം അങ്ങനെ വരും. അതുകൊണ്ട് രാഷ്ട്രീയ വിദ്വേഷം മാത്രം വെച്ചുകൊണ്ട് ഒരു സംരംഭകനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അങ്ങനെ ഒരു സമീപനം യഥാർത്ഥത്തിൽ ആ രീതിയിലൊന്നും അൻവറിനെ ഇനി തകർക്കാൻ പറ്റില്ല. കാരണം ആ പരിധിയൊക്കെ അൻവർ മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അൻവർ ഒരു ഷോർട്ട് ടൈമിലാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് നമ്മളിൽ കാണേണ്ടത്. ഏതാണ്ട് ഒരു വർഷക്കാലമൊക്കെ എടുത്ത് വലിയ രീതിയിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്ന അൻവർ 1 മാസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ രീതിയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ കയ്യിൽ കൃത്യമായ രേഖകളോടുകൂടിയ
ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നതും പാർട്ടി പലപ്പോഴും അൻവറിന്റെ മുന്നിൽ പകച്ചു പോയി നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നതൊക്കെ ഉള്ളതുകൊണ്ട് അൻവറിന് കുറച്ചും കൂടി ജനപ്രീതി ഉണ്ടാവുന്നു, അൻവറിന് സ്വീകാര്യത ഉണ്ടാവുന്ന നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അൻവർ വർഗീയവാദിയാണെന്നും അല്ലെങ്കിൽ SDPIയും പിന്നെ പോലെയുള്ള വലിയ വർഗീയ സംഘടനകളൊക്കെ ചേർന്നാണ് ഇദ്ദേഹത്തിന് സ്പോൺസർ ചെയ്യുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചാലും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി ഓഫീസിനെതിരെയും ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന അതിശക്തമായ ആരോപണങ്ങൾ, ഗൗരവതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ, വ്യക്തമായി മറുപടി പറയാൻ ഇദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചില്ല എന്നുള്ളത് അൻവറിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതാണ് എനിക്ക് എൻ്റെ എൻഡിങ്ങിൽ പറയാനുള്ളത്. അല്ല, അതിൽ ഒരു കാര്യം കൂടെ ആലോചിച്ചു. അൻവർ സ്വീകാര്യമല്ല എന്ന് MM ഹസൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ പറയുമ്പോൾ ഇവിടെ ജോസ് കെ മാണിയെ സ്വീകരിക്കുകയാണ്. 2-3 പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാലുവാരി കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നോക്കിയ ജോസ് കെ മാണിയെ KM മാണിയെ പണ്ട് സ്വീകരിക്കുന്ന സമീപനം ആണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. അത് അവരാണ് ആരെ പറയുന്നത്, അൻവറായാലും കുറേ കൊല്ലങ്ങൾ കോൺഗ്രസ് ആയിരുന്നു, ഇവരൊരിക്കലും കോൺഗ്രസ് ആയിട്ടില്ല. അൻവർ കോൺഗ്രസിന്റെ കൂടെ തന്നെ കോൺഗ്രസിന്റെ വലിയ പാരമ്പര്യമുള്ള ആളാണ്. ഇവന്മാരെ കോൺഗ്രസിൽ എന്നും കാലുവാരിയിട്ടുള്ളൂ. കോട്ടയം ജില്ല കോൺഗ്രസിനെ ഇല്ലാതാക്കിയില്ല. അവരെ സ്വീകരിക്കുന്നതിന് ഇവന്മാർക്ക് യാതൊരു മടിയില്ല. അതെന്ത്? പിന്നെ അതിൻ്റെ ഒരു കുറച്ചുകൂടെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൻവർ ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് വേറെ ഉണ്ട്. മുസ്ലിം ലീഗ്, പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടി വിഭാഗം ഇവരുമായി അന്തർധാര പിണറായി വിജയനായിട്ട് കൂടാനുള്ള എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻവറിൻ്റെ നിലപാട് അതിനെ നിരുത്സാഹപ്പെടുത്തും. പിണറായി വിജയനെ മുസ്ലിം വിരുദ്ധൻ, മലപ്പുറം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നതിൽ അൻവർ വിജയിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു പിണറായി വിജയനായിട്ട് കൂട്ടുകൂടാൻ കുഞ്ഞാലിക്കുട്ടി 2ാം വട്ടം ഒന്ന് ആലോചിക്കേണ്ടി വരും. 3ാം വട്ടം ആലോചിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ UDFന് കിട്ടിയ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ഒരു ബോണസ് പോയിന്റ്. അത് അല്ല എന്ത് നടന്നേനെ, അല്ല ആ പേര് പറഞ്ഞ് ഞങ്ങൾ മാറുമെന്നും പറഞ്ഞ് ഇന്നലെ ഒരു പ്രഷർ എടുത്ത് സീറ്റ് കൂടുതൽ മേടിച്ചേനെ. കഴിഞ്ഞ ദിവസം ഈ ഇവരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, അൻവറിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിലമ്പൂർ അപ്പുറം തൊട്ടടുത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ മീറ്റിംഗ് അറിഞ്ഞായിരുന്നു. ഷാജി പങ്കെടുക്കേണ്ട മീറ്റിംഗ് പങ്കെടുത്തു. അവസാന ഘട്ടത്തിൽ അത് നോട്ടീസ് അടിച്ച് അവർ വിഡ്രോ ചെയ്തു. കാരണം ഷാജി പങ്കെടുത്ത ഭയങ്കര ആളായിരിക്കും ഇതിനേക്കാൾ. അൻവർ പറഞ്ഞതിനേക്കാൾ ശക്തമായിട്ട് ഷാജി പറയുകയും ചെയ്യും. ഷാജി കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് ഷാജി അവിടെ നിന്ന് പിൻവലിച്ചത്? ഷാജി പിണറായി വിരുദ്ധനായ ഷാജി ലീഗിൽ വളരരുതെന്ന് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിക്ക് നിർബന്ധമുണ്ട്.